അതാ അശ്വതി എന്റെ വീടിയും. ഒന്നാമതേ അമ്മയ്ക്ക് മോനും അങ്ങോട്ടൊരു ചായവുള്ളതാ. അതിന്റെ കൂടെ ഇതുകൂടെ അറിയുമ്പോ എന്നാ പിന്നെ ഗീത വിപിയുടെ കാര്യം മാത്രം നോക്കിയാ മതി, അപ്പൂന്റെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാവോന്ന് കേറി പറയുവോന്ന് എനിക്കൊരു പേടിയില്ലാതില്ല. ശരിയാ. ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ടീച്ചറിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു ഓഫർ ഉണ്ടാകാൻ ഉറപ്പായും സാധ്യതയുണ്ട്. അതിനൊരിക്കലും സമ്മതിക്കരുത് മുരളി. അങ്ങനെ എങ്ങനെ സംഭവിച്ചാ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നമ്മുടെ കൊച്ചിന്റെ ജീവിതത്തെ ആയിരിക്കും. ഒന്നാമതേ വീണയുടെ മിഷലോകമാക്കുന്ന ഒരു തരക്കാരിയാ അവള്. ചികിത്സയെന്ന് റെസ്റ്റെന്നും ഒക്കെ പറഞ്ഞ് അവൾ അവിടെ കയറി കൂടിയ പിന്നെ അവിടുന്ന് ഒഴിവാക്കി വിടാൻ അത്ര എളുപ്പമായിരിക്കില്ല. ഒട്ടകത്തിന് സ്ഥലം കൊടുത്തതുപോലെയാകും. പിന്നെ അതിന്റെ പേരിൽ ജോബിനും മാളുവും തമ്മിൽ അടിയും വഴക്കും ഒക്കെ ആകുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ടീച്ചർക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ഉദ്ദേശം ഉണ്ടെങ്കിൽ തുടക്കത്തിലെ തന്നെ നമ്മളായിട്ട് അതിന് തടയിടണമെന്ന്. ഞാൻ പറഞ്ഞത് മുരളിക്ക് മനസ്സിലായോ? ആ, വരട്ടെ, എന്താ അവരുടെ നീക്കമെന്നറിയട്ടെ, എന്നിട്ട് നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാം. അവരുടെ തീരുമാനം അറിയാനൊന്നും നമ്മൾ കാത്തു നിൽക്കണ്ട. മാളു ഇനി വിളിക്കുമ്പോ നീയായിട്ട് അവക്കൊരു സൂചന കൊടുത്തേക്കണം. ഒരു ചപ്പാത്തി ഇങ്ങട്. പുറത്തുനിന്ന് ലോക്ക് ചെയ്യുന്നത് സേഫെന്ന് തോന്നി. രാത്രിയിൽ നമ്മൾ നല്ല ഉറക്കമാകുമ്പോ ആരോടും പറയാതെ ഇതുപോലെ ഇറങ്ങിപ്പോയാൽ എന്ത് ചെയ്യും? ഓ, അതുകൊണ്ടൊരു മുൻകരുതലെടുത്താണല്ലേ. അച്ഛനെ ഇങ്ങനെ മുറിയിൽ ലോക്ക് ചെയ്തിട്ടപ്പോ അപ്പുവിന്റെ മുഖത്തൊരു സന്തോഷം കാണുന്നുണ്ടല്ലോ. അമ്മയ്ക്ക് അങ്ങനെ തോന്നിയെങ്കിൽ ഞാൻ തെറ്റ് പറയില്ല. ചിലപ്പോ എന്റെ മനസ്സിന്റെ റിഫ്ലക്ഷൻ ആയിരിക്കും അത്. എന്നെ ഞാനായിട്ട് ജീവിക്കാൻ അനുവദിക്കാത്തതിന്റെ ഒരു പക എനിക്ക് ഈയിടെ വിപിയോട് ഉണ്ടെന്നുള്ളത് സത്യം. അത് മാത്രമല്ല, അതിനുവേണ്ടി അമ്മയെ ഒഴിവാക്കാൻ നോക്കിയതും ക്ഷമിക്കാൻ പറ്റുന്നൊരു തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. സ്വാഭാവികമായും ഈ ഒരു അവസരത്തിൽ ഞാൻ അങ്ങനെ പെരുമാറിപ്പോയാ അതൊരു കുറ്റമാവില്ലല്ലോ. അപ്പോ നീ ഇപ്പൊ പറഞ്ഞില്ലേ നിന്നെ നീയായിട്ട് ജീവിക്കാൻ അനുവദിച്ചില്ല എന്ന്. അങ്ങനെയെങ്കിൽ അതേ പരാതി നിന്നെക്കുറിച്ച് ഞങ്ങൾക്ക് ഉന്നയിക്കാമല്ലോ. ഞങ്ങളെ ഒരു പെൺകുട്ടിയുടെ മാതാപിതാക്കളായിട്ട് അറിയപ്പെട്ടിരുന്നത്. ഞങ്ങളിപ്പോ ഇപ്പൊ അങ്ങനെയായോ? എന്താ നിർത്തിക്കളഞ്ഞത്? ബാക്കിയോട് പറയാമേ. അമ്മയുടെ മനസ്സിലും അപ്പൊ അങ്ങനെ ഒരു കരടുണ്ടായിരുന്നു. പുറമെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതായി നടിച്ചു അല്ലേ? അങ്ങനെ ഒരു അർത്ഥം ഞാൻ പറഞ്ഞില്ല അപ്പൂ. നിന്റെ മനസ്സെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാ ഞാൻ നിന്റെ ഒപ്പം നിന്നത്, ഇപ്പോഴും നിൽക്കുന്നതും. പക്ഷേ അച്ഛൻ്റെ അവസ്ഥയിൽ നീ മറന്നുകൊണ്ട് സന്തോഷിക്കുമെന്ന് തോന്നുമ്പോ അപ്പൂ എനിക്കത് സഹിക്കാൻ പറ്റുന്ന വരില്ല. ആ മനുഷ്യൻ നമുക്ക് ആരായിരുന്നു എന്ന് ഇടയ്ക്കെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് നല്ലതാ. ഈ ഒരു തീരുമാനം നീ എടുക്കുന്നതിന് മുമ്പ് വരെ ഈ വീട് ഒരു സ്വർഗമായിരുന്നു. എല്ലാം തകർത്തത് നീ ഒരാളാ, നിന്റെ ആഗ്രഹങ്ങളാ. പറഞ്ഞത് എന്നെ സങ്കടപ്പെടുത്തുമെന്നറിയാം, പക്ഷേ പറയാതിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല അപ്പൂ. അത്രയ്ക്ക് സങ്കടമുണ്ട് എനിക്ക്. പിടിച്ചു നിൽക്കുന്നതായി ഞാൻ അഭിനയിക്കുന്നതാ. ഏത് നിമിഷവും ഞാൻ വീണ് പോയേക്കാം.
സോറി അമ്മ. ആഹാ, അപ്പോ എന്താ അപ്പു രാവിലെ തന്നെ? നമ്മുടെ ഡോക്ടർ സാറിനെ ഒന്ന് മുഖം കാണിക്കണമെങ്കിൽ മിനിമം ഇത്ര നേരത്തെങ്കിലും വരണ്ടേ ആന്റി? ഓ, അതായിരുന്നോ കാര്യം? ഡോക്ടറെ കണ്ടിട്ട് എന്തായിരുന്നു ഇത്ര അത്യാവശ്യം? അത് അത് പിന്നെ പരുങ്ങണ്ട, എന്നോട് ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ പറഞ്ഞാ മതി. ആന്റിയോട് ഷെയർ ചെയ്യാൻ പറ്റാത്ത എന്ത് കാര്യം എനിക്കുള്ളത്? അങ്ങനെയും ചില കാര്യങ്ങൾ ഉള്ളതായി മനസ്സിലായതുകൊണ്ടാണല്ലോ എനിക്കിപ്പോ നിന്നോട് ഇങ്ങനെ പറയേണ്ടി വന്നത്. സോറി ആന്റി, എന്താ ഉദ്ദേശിച്ചെന്ന് എനിക്ക് മനസ്സിലായില്ല. സ്വന്തം അച്ഛനെ മോശക്കാരനാക്കി അങ്ങനെ ഒരു ന്യൂസ് സ്റ്റോറി ഉണ്ടാക്കിയ കാര്യവും അത് ടെലികാസ്റ്റ് ചെയ്യാൻ പോകുന്ന കാര്യവും നീ എന്നോട് പറഞ്ഞോ? ഇല്ലല്ലോ. വിജയെ ഞാൻ ന്യായീകരിക്കൊന്നുമല്ല. ഒരിക്കലും ഒരു ഭാര്യയോടും മോളോടും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ തന്നെയാ അയാൾ നിന്നോടും ഗീതയോടും ചെയ്തത്, സമ്മതിക്കുന്നു. പക്ഷെ ഒരു പത്രക്കാരിയുടെ കൂട്ടുപിടിച്ച് അതൊക്കെ ലോകത്തോട് കൊട്ടിഘോഷിക്കേണ്ട കാര്യമുണ്ടായിരുന്നോ നിനക്ക്? അതുകൊണ്ട് നീ എന്താ നേടിയത്? ഉള്ള സങ്കടങ്ങളുടെയും പ്രശ്നങ്ങളുടെയും കൂടെ കുറച്ചുകൂടി ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ടാക്കിയെടുക്കാനായി. അല്ലാതെ ന്യൂസ് സ്റ്റോറി കൊണ്ട് വേറെ എന്തെങ്കിലും നേട്ടം ഉണ്ടായോ? നിങ്ങൾ അച്ഛനും മോളും കൂടി കണ്ണിന് കണ്ണ് പല്ലിന് പല്ലെന്ന മട്ടിൽ യുദ്ധത്തിനിറങ്ങിയപ്പോ അതിനിടയിൽ ഉരുകി ഉരുകി ഇല്ലാതായ ഒരു പാവത്തെപ്പറ്റി എന്തേ രണ്ടാൾ ഓർക്കാത്തത്? അമ്മയെപ്പറ്റി നല്ലതുപോലെ ഓർമ്മയുള്ളതുകൊണ്ട് ആന്റി VP തിരിച്ച വീട്ടിലേക്ക് കൊണ്ടുവരാൻ സാധ്യമായ എല്ലാ വഴികളും ഞാൻ നോക്കിയത്. അതിലെ ഏറ്റവും അവസാനത്തെ കച്ചിത്തുരുമ്പായിരുന്നു ആ ന്യൂസ് സ്റ്റോറി. അത് ടെലികാസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കോംപ്രമൈസിന് ഞാൻ എന്നാലാവുന്ന വിധം ശ്രമിച്ചിരുന്നു പലവട്ടം. VPയോട് വേറൊന്നും ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല ആന്റി. എന്നെ അംഗീകരിക്കണമെന്നോ അമ്മയെ പഴയതുപോലെ സ്നേഹിക്കണമെന്നോ ഒന്നും. ആ വീട്ടില് ഞങ്ങളോടൊപ്പം താമസിക്കണമെന്ന് മാത്രമായിരുന്നു ഞാൻ വെച്ച ഡിമാൻഡ്. അതെനിക്കെന്തെങ്കിലും സംഭവിച്ചു പോയാ അമ്മ തനിച്ചാവില്ലെല്ലാം സമാധാനിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഞാനില്ലാത്തൊരു വീട്ടില് അമ്മയും അച്ഛനും ഒരുമിച്ചുണ്ടെങ്കിൽ അവർക്ക് പഴയതുപോലെ സ്നേഹിക്കാനും ജീവിക്കാനും കഴിയുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ആ വിശ്വാസത്തിന്റെ ബലത്തിലാണ് ഞാൻ VP തിരിച്ചു കൊണ്ടുവരാൻ മാക്സിമം ശ്രമിച്ചത്. അതിനുവേണ്ടി സ്വീകരിക്കേണ്ടി വന്ന വഴി അല്പം ക്രൂരമായി പോയെന്ന് എനിക്കറിയാം. എന്നാലും അവസാന നിമിഷം അതല്ലാതെ വേറെ മാർഗം ഇല്ലായിരുന്നു ആന്റി. സമ്മതിക്കുന്നു. നീ നിന്റെ ഭാഗം പറയുമ്പോ അതിൽ നിന്റേതായ ഒരു ന്യായമുണ്ട്. പക്ഷെ അപ്പോ നിന്റെ ദൗത്യത്തിൽ നീ വിജയിച്ചു. പക്ഷേ അതുകൊണ്ട് നീ ഉദ്ദേശിച്ച പ്രയോജനം ഉണ്ടായോ എന്നാണ് എന്റെ ചോദ്യം. ശരിയാണ് ആന്റി. VP ആ വീട്ടിലോട്ട് മടക്കിക്കൊണ്ടുവരാൻ എനിക്ക് പറ്റി. പക്ഷെ വന്നത് VP ആയിരുന്നില്ലെന്നും പഴയ VPയുടെ രൂപസാദൃശ്യമുള്ള ഒരാൾ മാത്രമാണെന്നും തിരിച്ചറിഞ്ഞത് വൈകിയ. അവിടെയാ അപ്പു ശരിക്കും തോറ്റുപോയത്, VP ജയിച്ചതും. പക്ഷെ ആന്റി, ഇതിന്റെ പേരിൽ ഞാൻ ഈ മത്സരം ഉപേക്ഷിക്കാനൊന്നും പോകുന്നില്ല. വന്നു കയറിയ VPയുടെ രൂപസാദൃശ്യമുള്ള ആ സ്ട്രേഞ്ചറിനെ ഗീതാലക്ഷ്മിയുടെ പഴയ VP ആക്കാൻ പറ്റുമെന്നുള്ള ശ്രമത്തിലാണ് ഞാൻ. അതിനുവേണ്ടി ഡോക്ടർ ജോബിൻ അലക്സിനൊന്ന് കാണണം. അതിനിപ്പോ വന്ന്. നിനക്കിപ്പോ എങ്ങനെയുണ്ട് അപ്പോ? മെഡിസിൻസ് ഒക്കെ കറക്റ്റായിട്ട് കഴിക്കുന്നില്ലേ? അതൊക്കെ കൃത്യമായിട്ട് ഞാൻ കഴിക്കുന്നുണ്ട് ആന്റി. മനസ്സിലുദ്ദേശിച്ച കാര്യങ്ങൾ ഒന്ന് നടന്നു കാണും വരെയെങ്കിലും ആയുസ് ഒന്ന് പിടിച്ചു നിൽക്കേണ്ടത് എന്റെ ആവശ്യമാണല്ലോ. അതുകൊണ്ട് നല്ല കുട്ടിയായി ഡോക്ടർ പറയുന്നതൊക്കെ അനുസരിക്കാന്ന് വെച്ചു. ഇന്ന് ചെക്കപ്പ് ഡേറ്റാ. ജോബിൻ ഡോക്ടറെ കണ്ടിട്ട് വേണം എനിക്ക് എന്റെ ഡോക്ടറെ കാണാൻ പോവാൻ. നിനക്കൊരു കുഴപ്പവും വരില്ല അപ്പോ. ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന നിന്റെ ഒപ്പം ഉണ്ട്. പിന്നെന്തിനാ പേടിക്കുന്നേ?
അയ്യേ, ഈ ഷർട്ടാണോ ഇന്നിടുന്നേ? ഞാൻ ആ ലൈറ്റ് ഗ്രീൻ ഷർട്ട് അയൺ ചെയ്ത് റെഡിയാക്കി വെച്ചതല്ലേ. അതവിടെ ഇരുന്നോട്ടെ, പിന്നെ ഇടാമല്ലോ. ഇതെങ്ങനെയുണ്ട്? കൊള്ളില്ല. ഞാൻ സെലക്ട് ചെയ്ത ഗ്രീൻ ഷർട്ടിന്റെ 7 അയലത്ത് പോലും വരില്ല. ശരിക്കും? എങ്കിലേ ഇത് തന്നെ മതി, ഫിക്സ്ഡ്. ഓ ആയിക്കോട്ടെ. അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ഡോക്ടർ സാർ കേൾക്കാറില്ലല്ലോ. ഭാര്യ പറയുന്നത് അനുസരിച്ചാൽ വലിയ കുറച്ചില്ലല്ലേ. ഹലോ മിസ്സിസിന് ഇപ്പൊ എന്താ വേണ്ടത്? താൻ സെലക്ട് ചെയ്ത ആ ഗ്രീൻ ഷർട്ട് ഇപ്പൊ ഞാൻ ഹോസ്പിറ്റൽ ഡ്യൂട്ടിക്ക് പോകുമ്പോ ഇടണോ, അതോ വൈകിട്ട് നമ്മൾ പുറത്തു പോകുമ്പോ ഇടണോ? അപ്പോ നമ്മളിന്ന് ഈവനിങ് പുറത്തു പോകുന്നുണ്ടോ? അങ്ങനെ വിചാരിക്കുന്നു. എന്താ ശ്രീമതിക്ക് അതിലെന്തെങ്കിലും താല്പര്യക്കുറവുണ്ടോ? കണ്ടോ, എന്നിട്ട് ഇതുവരെ പറഞ്ഞില്ലല്ലോ. വൈകിട്ട് ഔട്ടിങ്ങിന് പോകുന്നതിന് നേരം വെളുക്കുമ്പോഴേ വിളിച്ചു കൂവിക്കൊണ്ട് നടക്കേണ്ട കാര്യമുണ്ടോ? എന്റെ ഭാര്യ എനിക്ക് പ്രേമപൂർവ്വം ഗിഫ്റ്റ് ചെയ്തൊരു ഷർട്ട് അവളോടൊപ്പം പുറത്തു പോകുമ്പോൾ ഇടാൻ വേണ്ടി മാറ്റിവെച്ചൊരു ഭർത്താവിന്റെ ഹൃദയശുദ്ധിയാണ് താൻ സംശയിച്ചത്. എങ്കിലേ പാവം ഭർത്താവിന്റെ മനസ്സിലിരിപ്പ് ഇതാണെന്ന് ആദ്യമേ പറയണായിരുന്നു. അല്ലാതെ ഇതാണ് കാര്യം മനസ്സിലാക്കാൻ മന്ത്രവാദവും മാജിക്കും ഒന്നും എനിക്ക് വശമില്ല. എന്നാ ഇപ്പൊ മനസ്സിലായല്ലോ. ഇനിയെങ്കിലും ഈ പരാതിപ്പെട്ടിക്ക് ഇത്തിരി നേരം അവധി കൊടുത്തൂടെ? കണ്ടോ കണ്ടോ, അപ്പൊ ഏത് നേരവും പരാതി പറയുന്ന ഒരാളാണ് ഞാനെന്നല്ലേ ഈ പറഞ്ഞതിന്റെ അർത്ഥം? ഞാനിനി ഒരു പരാതിയും പറയുന്നില്ല, പോരെ? അങ്ങനെ പരാതി വല്ലതും പറയാതിരുന്ന കൊന്നുകളെ ഞാൻ. ഓ പിന്നെ കൊല്ലം ഞാനങ്ങ് നിന്ന് തരുമല്ലേ. ഏയ് അതെ, മുത്തശ്ശി വിളിക്കുമ്പോ പറയണം നമ്മൾ ആ കാര്യം സീരിയസ് ആയിട്ട് ആലോചിച്ചു തുടങ്ങിയെന്ന്. ഏത് കാര്യം? അത് കൊള്ളാം, അത് മറന്നോ? എടോ മറ്റേ കാര്യം, വഴിപാടിന്റെ മനസ്സ് വയ്ക്കുന്ന കാര്യമേ. സോറി, എനിക്കങ്ങോട്ട് വരാമോ? ഒരു 5 മിനിറ്റ് ലേറ്റ് ആയിട്ട് വന്നാൽ മതിയായിരുന്നു. ഏതായാലും വന്ന സ്ഥിതിക്ക് കുഴപ്പമില്ല, പോന്നോളൂ. എന്റെ ഡോക്ടറെ, ഇവക്കോ പരിസരബോധമില്ല. നിങ്ങളെങ്കിലും ഒരു ആത്മസംയമനം പാലിക്കായിരുന്നു. ഹലോ, ഞങ്ങളുടെ സ്വകാര്യ മുറിയിലേക്ക് ഒരു മുന്നറിയിപ്പില്ലാതെ ഇടിച്ചു കയറി വന്നിട്ട് ഇപ്പൊ കുറ്റം ഞങ്ങൾക്കായോ? സോറി. എന്താണ് മാളു ഡാർലിങ്ങിന്റെ മുഖത്തൊരു കനം? അതെ, ഞാനൊന്നും കണ്ടിട്ടില്ല. കണ്ടാലും എനിക്ക് ജാള്യത തോന്നേണ്ട കാര്യമൊന്നുമില്ല. ഡോക്ടർ പറഞ്ഞ പോലെ ഞങ്ങളുടെ പ്രൈവറ്റ് റൂമിലേക്ക് വരുമ്പോ നീ കാണിക്കേണ്ട മിനിമം മര്യാദ പോലും കാണിച്ചില്ലല്ലോ. ഓ, എന്നുവച്ചാ ഞാൻ ഇങ്ങോട്ട് വരുവാണേ എല്ലാരും നോക്കിയും കണ്ട് നിന്നോണേന്ന് വിളിച്ചു പറഞ്ഞിട്ട് വരണമായിരുന്നോ മാഡം? സോറി, ഇവിടെ കയറി വരാൻ എനിക്ക് അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഉണ്ടോ ഡോക്ടറെ? ഏയ്, അതിന്റെ കാര്യമൊന്നുമില്ല. നമ്മുടെ അപ്പുവല്ലേ. അതാണ്. അപ്പോഴേ ഞാൻ രാവിലെ വന്നത് രണ്ടുപേരുടെയും കട്ട് റൊമാൻസ് ഒന്നും കാണാൻ നല്ല മാഷെ. എനിക്ക് ഡോക്ടറോട് സീരിയസ് ആയൊരു കാര്യം പറയാനുണ്ട്. ഐ മീൻ, എനിക്ക് ഡോക്ടറുടെ ഹെൽപ്പ് വേണം. നിങ്ങൾ സംസാരിക്കേ. ആ, എനിക്ക് പറയാനുള്ളത് നീ കൂടി കേൾക്കുന്നുണ്ട്. എനിക്ക് വിരോധമൊന്നും ഇല്ലടികൾ. അല്ലെങ്കിലും നീ കേൾക്കണം. നിനക്കും കൂടി പരിചയമുള്ള ഒരാളുടെ കാര്യം പറയാൻ പോകുന്നത്, നിന്റെ VP അങ്കിളിനെ കുറിച്ച്. വിജയങ്ങളിനിപ്പോ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമാണ് ഡോക്ടറെ. നമ്മൾ വിചാരിച്ച പോലെയൊന്നും അല്ല കാര്യങ്ങൾ. ആളുടെ മനസ്സ് മുഴുവൻ കൈവിട്ടു പോയി. ഏതാണ്ട് ഫുള്ളി അബ്നോർമൽ എന്ന് തന്നെ പറയാം. ആദ്യമൊക്കെ VPയുടെ അഭിനയം ഏതെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ അല്ല, ആള് ശരിക്കും മൈൻഡ് ഔട്ടാ. കുറച്ചുകൂടി പച്ചയ്ക്ക് പറഞ്ഞ തനി ഭ്രാന്ത്. അത്രയ്ക്ക് വഷളായ ഒരു സ്റ്റേജാണോ? ഏറെക്കുറെ അങ്ങനെയാണെന്ന് പറയാം. എന്ന് വെച്ചാൽ വയലൻസ് ഒന്നുമില്ല, പറഞ്ഞാൽ മാത്രമേ എന്തെങ്കിലും അനുസരിക്കുമെന്ന് മാത്രം. ഭ്രാന്ത് വന്നപ്പോഴാ VPക്ക് ഗീതാലക്ഷ്മിയുടെ വില എന്താന്ന് ശരിക്കും മനസ്സിലായത്. അപ്പു ഇപ്പോഴും ആ മനസ്സിന് പുറത്ത് തന്നെയാ. അത് സാരമില്ല, അതിൽ കൂടുതലൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ല. ഡോക്ടറെ, ഞാൻ വന്നത് VP ഏതെങ്കിലും നല്ലൊരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കണമെന്ന് പറയാനാ. അവിടെ അതിനുള്ള ഫെസിലിറ്റി ഇല്ല. ഞാനൊന്ന് അന്വേഷിച്ച് നല്ല 1-2 പേരുടെ ഓപ്ഷൻ എടുക്കാം.
എന്നിട്ട് നമുക്ക് അങ്കിളിനെ കൊണ്ടുപോവാം. അതുപോരെ? മതി. അധികം ലേറ്റ് ആവാതിരുന്ന അത്രയും നല്ലത്. ഇല്ല അപ്പോ, ഞാൻ ഇന്ന് തന്നെ അന്വേഷിക്കാം. സ്വന്തം അച്ഛന്റെ ഭ്രാന്തിന് കാരണക്കാരനായവൻ എന്നൊരു ചീത്തപ്പേര് കൂടി ഞാൻ കേൾക്കേണ്ടി വരും അല്ലേ ഡോക്ടറെ? സാരമില്ല, എന്തെല്ലാം കേട്ടു. ഇനിയിപ്പോ ഇതും കൂടി ആവാം. എന്നാ ഞാൻ ഇറങ്ങട്ടെ, എനിക്ക് ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ് ഉണ്ട്. ഞാനും അങ്ങോട്ടോടോ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, ഞാൻ പോയിക്കോളാം. ഞാൻ കാരണം മുടങ്ങിപ്പോയ റൊമാൻസ് ഒക്കെ പൂർത്തിയാക്കിയിട്ട് ഡോക്ടർ വന്നാ മതി. ഞാൻ ഇറങ്ങട്ടെ. അങ്കിളിനെ മെന്റൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടി വരുമോ? ചിലപ്പോ കൊണ്ടുപോവേണ്ടി വന്നേക്കാം. മിസ്റ്റർ വിജയ് പണിക്കരുടെ വീട് ഇതല്ലേ? അതെ മാഡം, എന്താ കാര്യം? നിങ്ങൾ മിസ്റ്റർ പണിക്കരുടെ ഭാര്യയാ? മിസ്റ്റർ പണിക്കരുണ്ടോ ഇവിടെ? ഉണ്ട് മാഡം. ആളെ ഒന്ന് വിളിക്കണം. എക്സ്ക്യൂസ് മീ മാഡം, വന്ന കാര്യം എന്താന്ന് പറഞ്ഞില്ല. അതൊക്കെ പറയാം. മാഡം അകത്തേക്ക് വരൂ. ഇരിക്കും മാഡം. എന്താ നിങ്ങളുടെ പേര്? ഗീതാലക്ഷ്മി. ഗീതാലക്ഷ്മിക്കും വിജയ് പണിക്കർക്കും എത്ര മക്കളാ? ഒരാളേ ഉള്ളൂ, അപൂർവ. അപൂർവ. ആ കുട്ടിക്ക് മറ്റെന്തെങ്കിലും പേരുണ്ടോ? അപ്പൂന്നാ വീട്ടിൽ വിളിക്കുന്നേ. അപ്പു. അപൂർവ. ആ കുട്ടിയുടെ ജെൻഡർ ഒന്ന് വെളിപ്പെടുത്താമോ? ഐ മീൻ either male, female or transgender. പറയണം. ബയോളജിക്കലി അപ്പു ഒരു പെൺകുട്ടിയാ, പക്ഷേ ഇപ്പൊ അപ്പു ട്രാൻസ്മാൻ ആണ്. ട്രാൻസ്മാൻ? ഓക്കെ. മാഡം എപ്പോഴും കാര്യം എന്താന്ന് പറഞ്ഞില്ല. ഇന്നലെ ഒരു ഓൺലൈൻ ന്യൂസ് പോർട്ടലിൽ നിങ്ങളുടെ മകനെക്കുറിച്ച് ഒരു ന്യൂസ് സ്റ്റോറി വന്നിരുന്നു. അത് ശ്രദ്ധിച്ചായിരുന്നോ? കണ്ടിരുന്നു. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ സത്യമാണോന്ന് അറിയാൻ വേണ്ടിയാ ഞാൻ വന്നത്. അല്ല മാഡം, ആ സ്റ്റോറി കൊണ്ടെന്തെങ്കിലും കുഴപ്പം? കുഴപ്പമുള്ളതുകൊണ്ടാണല്ലോ എനിക്കിവിടെ വരേണ്ടി വന്നത്. നോക്കൂ മാഡം, ഞാൻ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയാം. ഇന്നലത്തെ ആ ന്യൂസ് സ്റ്റോറിയെ ബേസ് ചെയ്ത് നിങ്ങൾക്കെതിരെ എന്ന് പറയുമ്പോൾ മിസ്റ്റർ പണിക്കർക്കെതിരെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ ഒരു പരാതി ചെന്നിട്ടുണ്ട്. ദക്ഷ എന്നൊരു ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റാണ് മിസ്റ്റർ പണിക്കർക്കെതിരെ പരാതിയുമായി കമ്മീഷനെ സമീപിച്ചിരിക്കുന്നത്. മാഡം, എന്താ പരാതി എന്ന് അറിഞ്ഞാൽ കൊള്ളാം. അപൂർവ ആണായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നതിന്റെ പേരിൽ ആ കുട്ടിയെ തികച്ചും മനുഷ്യത്വരഹിതമായും അന്യായമായും നിങ്ങൾ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹരാസ്മെന്റ് ചെയ്യുന്നു എന്ന്. ഇല്ല, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. സംഭവിച്ചിട്ടില്ല എന്ന് നിങ്ങൾ വെറുതെ അങ്ങ് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവും? അപ്പൊ ഇന്നലെ ടെലികാസ്റ്റ് ചെയ്ത ആ ന്യൂസ് സ്റ്റോറി മാനിപ്പുലേറ്റഡ് ആണെന്നാണോ നിങ്ങൾ പറയുന്നത്? മാഡം, അത് ഇങ്ങനൊരു സംഭവം ഉണ്ടാവുമ്പോൾ ഏതൊരു വീട്ടിലും സംഭവിക്കുന്നത് പോലെ ചില വഴക്കുകളും കലഹങ്ങളും ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ. സി മിസസ് പണിക്കർ, നിങ്ങൾ ഇങ്ങനെ ജനറലൈസ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. കിട്ടിയ പരാതിയുടെ ഗ്രാവിറ്റി ബോധ്യപ്പെട്ടിട്ടാവുമല്ലോ കമ്മീഷൻ പരാതി പോലീസിന് കൈമാറിയത്. അന്വേഷിച്ച് എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് കൊടുക്കാനാണ് കമ്മീഷൻ ഓർഡർ ഇട്ടിരിക്കുന്നത്.